പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനെതിരെ ശക്തമായ സൈബർ ആക്രമണം. ആക്രമണത്തിനു ശേഷം സമാധാനവും ഐക്യവും ആവശ്യപ്പെട്ട ഹിമാൻഷിയുടെ പ്രസ്താവനയെ തുടർന്നാണ് സൈബർ ആക്രമികളുടെ ആക്രമണം. വിനയ് നർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഹിമാൻഷി. മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കും എതിരെ പ്രകോപനമുണ്ടാവരുതെന്നാവശ്യപ്പെട്ട ഹിമാൻഷിയുടെ പ്രതികരണത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത അധിക്ഷേപങ്ങളും വ്യക്തിപരമായ വിമർശനങ്ങളും ഉയർന്നു. ഭർത്താവിന്റെ പെൻഷൻ പോലും അവർക്ക് അർഹതയില്ലെന്നുവരെ ഹിമാൻഷിക്കെതിരെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങളും ട്രോളുകളും നടക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കശ്മീരികൾക്കോ എതിരാകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഹിമാൻഷിയുടെ വാക്കുകൾ. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം. ഇതിന്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സമാധാനം മതി, സമാധാനം മാത്രം. പക്ഷെ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാൻഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സ്ത്രീ തന്റെ അഭിപ്രായം പറഞ്ഞതിൽ അവരെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നത് അപലപനീയമാണെന്ന് ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞു. യോജിച്ചാലും വിയോജിച്ചാലും അഭിപ്രായ പ്രകടനം ഭരണഘടനാ പരിധിക്കുള്ളിൽ മാന്യമായി നടത്തേണ്ടതാണെന്നും കമ്മീഷൻ എക്സിൽ കുറിച്ചു. സ്ത്രീകളുടെ ബഹുമാനവും സംരക്ഷണവും ഉറപ്പാക്കാനാണ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഹിമാൻഷിക്ക് വലിയ പൊതു പിന്തുണയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. വിദ്വേഷമല്ല, സമാധാനവും ഐക്യവുമാണ് ഹിമാൻഷിയുടെ വാക്കുകളുടെ ഉള്ളടക്കമെന്ന് അനേകർ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 16-നായിരുന്നു കൊച്ചിയിൽ നാവികസേനാ ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം ഹണിമൂണിനിടയിലാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയുടെ കൺമുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ തകർന്നിരിക്കുന്ന ഹിമാൻഷി നർവാളിന്റെ ചിത്രം രാജ്യത്തെ ഒന്നാകെ നൊമ്പരപ്പെടുത്തിയ ചിത്രമായിരുന്നു. വിനയ് നർവാൾ ഉൾപ്പെടെ 26 പേർക്കാണ് രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹിമാൻഷി കശ്മീരികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ പ്രകോപനമുണ്ടാകരുതെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. അതേസമയം ഇതിനെതിരെ നിരവധി പേരാണ് ട്രോളുകളുമായി ദുഷ്പ്രചരണങ്ങളുമായി രംഗത്തെത്തിയത്. ഭർത്താവിന്റെ പെൻഷൻ പോലും ഹിമാൻഷിക്ക് നൽകരുത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ഹിമാൻഷിക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത്. 26 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ ഹിമാൻഷിയുടെ ഭർത്താവായിരുന്നു. വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഹിമാൻഷിയുടെ ചിത്രം ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു.